നമ്മൾ പലസ്തീനിൻ്റെ മക്കളെക്കുറിച്ച് കാണുമ്പോൾ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകുകയാണല്ലേ. കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ യാചിക്കുകയാണ്. കൈകാലുകൾ മുറിഞ്ഞ പിഞ്ചുമക്കളെ കാണുകയാണ്. ശരീരത്തിൽ മുഴുവൻ മുറിവുകളായിട്ടുള്ള മക്കളെ കാണുകയാണ്. തല പൊട്ടിയിട്ട് രക്തം വാർന്നൊഴുകുന്ന പിഞ്ചുമക്കളെ നമ്മൾ കാണുകയാണ്. യുദ്ധത്തിൻ്റെ ഘോരമായ ശബ്ദം കേട്ടിട്ട് കണ്ണ് നിറഞ്ഞു പേടിച്ച് വിറച്ചു നിൽക്കുന്ന പിഞ്ചുമക്കളെ നമ്മൾ കാണുകയാണ്. എത്ര ആശ്വസിപ്പിച്ചിട്ടും ആശ്വസിപ്പിക്കുന്നവരുടെ ഹൃദയം പോലും പൊട്ടിപ്പോകുന്ന രംഗങ്ങൾ നമ്മൾ കാണാൻ. തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനോട് ഒരു പിഞ്ചു കുഞ്ഞ് പരാതി പറയാൻ, ഇക്ക എൻ്റെ കാലിനകത്ത് മുറിവായിട്ടുണ്ട്, എനിക്ക് വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പിഞ്ചു മോൻ പറയാണ് സങ്കടത്തോടെ, മോനെ നമ്മുടെ വാപ്പാനെയും ഉമ്മാനെയും കാണുന്നില്ലല്ലോ എന്നുള്ളത്. ഇങ്ങനത്തെ രംഗങ്ങളൊക്കെ നമ്മൾ കാണുകയാണ് അല്ലേ. ചെറിയ കുട്ടികളോട് പോലും ഒരു കരുണ കാണിക്കാൻ കഴിയാത്ത ആളുകളായിട്ട് ഇസ്രയേലിൻ്റെ ഭരണകൂടം മാറി എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സംഭവമൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കുഞ്ഞുങ്ങളോട് എത്രത്തോളമാണ് പരിഗണന കൊടുത്തിരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷം നമുക്ക് തോന്നുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലൊരു സൽക്കാരത്തിന് വേണ്ടി പോവുകയാണ്. ആ സമയത്ത് സഹാബത്ത് കണ്ടുകൂടെ റസൂലുള്ളാഹ് മുന്നിൽ ഓടുന്നത് കണ്ടു. അപ്പോൾ കുറച്ചപ്പുറത്ത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ പിന്നിലാക്കി ഓടുന്നത് കണ്ടപ്പോൾ സഹാബത്തിന് തന്നെ വല്ലാത്തൊരു അത്ഭുതമായി. രണ്ട് കൈയും നീട്ടിയിട്ട് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുന്ന് സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വട്ടം ചുറ്റി അപ്പുറം ഇപ്പുറക്കായിട്ട് ഇങ്ങനെ ഓടിക്കളിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിന്നാലെ ഓടി അവിടുന്ന് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ വാരിപ്പുണരുന്ന, പൊട്ടിച്ചിരിച്ച് വാരിപ്പുണരുന്ന ഒരു രംഗമുണ്ട്. അത് കാണാൻ എന്തൊരു രസമായിരുന്നു അത്രയറിയോ. കുട്ടികളുടെ സമീപനം മുത്തുനബിയുടേത് അങ്ങനെയായിരുന്നു.